നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരളവും തീരുമാനിച്ചു. നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കക്ഷി ചേരാൻ ഉടൻ അപേക്ഷ നൽകുമെന്നാണ് വ്യക്തമാകുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ്, മസീഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ കല്യാണി എന്ന 3 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിന് ഒടുവിൽ ചാലക്കുടി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. അംഗൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചു കൊണ്ടുവരുന്നതിനിടെ കാണാതായ കല്യാണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നടക്കമുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ സന്ധ്യ തുടക്കത്തിൽ നൽകിയിരുന്നത്. അമ്മയ്ക്ക് മാനസിക വെല്ലുവിളികളുണ്ടെന്ന സൂചനയാണ് ബന്ധുക്കളും നൽകുന്നത്. മുഴിക്കുളം പാലത്തിന് ഭാഗത്ത് വെച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നാണ് അമ്മ പോലീസിനോട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത്. KSEBയുടെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ 15/5/12/2024 താരിഫ് ഉത്തരവും കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിരക്കുകളാണ് വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ പ്രാബല്യത്തിൽ വന്നത്. സൗരോർജ്ജം ലഭ്യമായ പകൽ സമയത്ത് വൈദ്യുത വാഹന ചാർജിംഗ് പ്രോത്സാഹിപ്പിച്ച് വൈകുന്നേരത്തെ അമിത ഉപയോഗം തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിരക്ക് നടപ്പാക്കിയത്. ലാഭം സ്വകാര്യവൽക്കരിക്കുകയല്ല, സാമൂഹ്യവൽക്കരിക്കുകയാണ് സിയാൽ പിന്തുടരുന്ന നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന സിയാൽ 2.0 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൈബർ സ്പേസിലെ പുതിയ വെല്ലുവിളികൾ നേരിടുക, യാത്ര കൂടുതൽ സുഗമമാക്കുക എന്നീ ഉദ്ദേശത്തോടെ 200 കോടി മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്ന് 5 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. മണ്ണും കോൺക്രീറ്റ് കട്ടയും വന്ന് വീണ് സർവീസ് റോഡും ഇടിഞ്ഞു. സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന 2 കാറുകൾ അപകടത്തിൽപ്പെട്ടു. ഈ കാറിലെ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത തകരാൻ കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. അപകടത്തെ തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 ഭീകരരിൽ 2 പേർ പരിശീലനം നേടിയ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കമാൻഡോകളാണെന്ന് പാക് മാധ്യമപ്രവർത്തകൻ അഫ്താബ് ഇക്ബാൽ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഇക്ബാൽ, തൽഹാലി, ആസിം എന്നിവർ പാക് പൗരന്മാർ മാത്രമല്ലെന്നും അവർ പാകിസ്ഥാൻ ആർമി കമാൻഡോ യൂണിറ്റിലെ സജീവ അംഗങ്ങളാണെന്നുമാണ് പാക് മാധ്യമപ്രവർത്തകൻ വ്യക്തമാക്കിയത്. ലഷ്കർ-ഇ-തൊയ്ബയുമായും പാകിസ്ഥാൻ സൈന്യവുമായി